സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും, അതുകൂടാതെ BJP RSS സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സംഘടിതമായ വോട്ട് കളവുണ്ട്. അതിൻ്റെ എല്ലാ എവിഡൻസും ഇന്ന് പോലീസിന് സമർപ്പിക്കാനിടയായി. അതുകൊണ്ട് സംഘടിതമായ വോട്ട് കളവിന് നേതൃത്വം കൊടുത്ത സുരേഷ് ഗോപി പാർലമെൻറ്റ് അംഗത്വം രാജിവെക്കണം. അദ്ദേഹത്തിൻ്റെ സഹോദരന് 2 ഐഡൻറ്റി കാർഡുണ്ട്, അത് ഞങ്ങളിന്ന് തെളിയിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ സഹധർമ്മിണി ഉൾപ്പെടെയുള്ളവർക്കും 2 ഐഡൻറ്റി കാർഡുണ്ട്. 4 സ്ഥലത്ത് വോട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വോട്ട് പാർലമെൻറ്റ് ഇലക്ഷന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തിരുവനന്തപുരത്ത് വെട്ടിമാറ്റിയെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ശാസ്തമംഗലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോർപ്പറേഷൻ വോട്ടർ പട്ടികയിൽ സ്ഥിരതാമസം അവിടെയാണെന്ന് പറഞ്ഞ് വോട്ട് അവിടെ വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ അദ്ദേഹം നേരത്തെ 115 നമ്പർ ബൂത്തിൽ ചേർത്തിയ ഒരു വോട്ടും ഇവിടെ അദ്ദേഹം സ്ഥിരതാമസമാണെന്നുള്ളതിനെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ സ്ഥിരതാമസം ഉണ്ടായിട്ടില്ല അദ്ദേഹം എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെയും കൊടുത്തിട്ടുള്ള എല്ലാ പ്രസ്താവനകളും അവാസ്തവവും സത്യവിരുദ്ധവും അതോടൊപ്പം തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് എന്ന് പോലീസിനെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റും. വളരെ ഗുരുതരമായ തെളിവുകളാണ്, വിശ്വസനീയമായ തെളിവുകളാണ് പോലീസിന് മുമ്പിൽ നിന്ന് സമർപ്പിച്ചിട്ടുള്ളത്. ചിത്രങ്ങളടക്കം കൈമാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഗവർണർമാർ അവിടെ വന്നു പോയിരുന്നു, മന്ത്രിമാർ വന്നിട്ടുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസികളുടെ എവിഡൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ഥിരതാമസത്തിന് ഈ തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർക്കും തൃശ്ശൂരിലെ ജനങ്ങൾക്കും അറിയാം, അദ്ദേഹം തൃശ്ശൂരിൽ നേരത്തെ വന്നിരുന്നപ്പോഴൊക്കെ താമസിച്ചു പോയത് ആരുടെ വീട്ടിലായിരുന്നു പലപ്പോഴും താമസിച്ചു പോരുന്നത്. ഇവിടെ 6 മാസം സ്ഥിരതാമസം എന്നുള്ള വാക്കുണ്ട്. 6 മാസം ഇവിടെ സ്ഥിരതാമസം ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്ഥിരതാമസം തൃശ്ശൂർ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്ത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ അവിടെ സ്ഥിരതാമസമാണെന്ന് പറഞ്ഞ് വോട്ട് അവിടെ വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഞങ്ങൾ ഇന്ന് തെളിയിച്ചിട്ടുണ്ട്. താങ്കളുടെ സഹോദരന്റെ മകൾക്കെതിരെ ഇത്തരത്തിൽ ഇരട്ട വോട്ട് BJP-ക്കാർ പറയുന്നത് അത് അന്വേഷിച്ചോട്ടെ. അത് അന്വേഷിച്ചിട്ട് തെളിയിച്ച നടപടി സ്വീകരിക്കട്ടെ. ഇല്ലെങ്കിൽ പറഞ്ഞവർ മാപ്പ് പറയുമെന്ന് മാപ്പ് പറയേണ്ടതില്ല. അവർ മാപ്പ് പറയേണ്ടതില്ല. കാരണം ഞങ്ങൾ ഹനുമാൻ നെഞ്ച് തുറന്നു കൊടുത്തപ്പോൾ ഹനുമാൻ്റെ നെഞ്ചിൽ സീതയും രാമനുമായിരുന്നു. അതേപോലെ ഞങ്ങളിപ്പോൾ ആക്ഷേപിക്കുന്നത് വാനരന്മാരെന്ന് പറഞ്ഞിട്ടാണല്ലോ. വാനരൻ്റെ വർഗത്തിൽപ്പെടുത്തല്ലോ ഹനുമാൻ. അപ്പോൾ ഞങ്ങളുടെ നെഞ്ച് തുറന്നാൽ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ജനാധിപത്യത്തിനും മതേതരത്തിനും ഭരണഘടനയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നെഞ്ച് തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റും. BJP ആവശ്യത്തിൽ നിന്ന് പോലീസ് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. പോലീസ് അന്വേഷിക്കട്ടെ, അതിൽ തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ, മാതൃകാപരമായി ശിക്ഷിക്കട്ടെ. ഏത് നിയമത്തെയും നേരിടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനുള്ള സന്നദ്ധമായിട്ടാണ് ഞങ്ങൾ. വെറുതെ അല്ല പോയത്, ഞങ്ങൾ കൃത്യമായും രേഖകളും തെളിവുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. സുരേഷ് ഗോപിക്ക് ഒരു നിമിഷം തൃശ്ശൂർ പാർലമെൻറ്റ് അംഗമായി തുടരാൻ അർഹതയില്ല. അതിനുള്ള എല്ലാ രേഖകളും ഞങ്ങൾ പോലീസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പോലീസ് നീതി നടപ്പിലാക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ വേടൻ്റെ പേരിൽ ഇപ്പം വീണ്ടും കൂടുതൽ പരാതികളൊക്കെ വരികയാണ്, എന്താണ് അത് നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. വേടൻ്റെ പേരിൽ പരാതി ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ചിട്ട് വേടൻ്റെ പേരിൽ നടപടി സ്വീകരിക്കട്ടെ. വേടന് നമ്മൾ പുരസ്കാരമൊക്കെ കൊടുത്തല്ലേ. സുരേഷ് ഗോപി അഭിനയിച്ച എത്രയോ സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപിയിൽ എത്രയോ സിനിമ കണ്ടിട്ടുണ്ട്. സിനിമ കണ്ടിട്ടുണ്ട്. അല്ല, ഇത് ഇന്ന് പോലീസ് ഞങ്ങളുടെ ഇന്ന് ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പാണ് നടത്തിയത്, മൊഴിയെടുപ്പാണ് നടത്തിയത്. രേഖകളുടെ കോപ്പി വാങ്ങിച്ചു, രേഖകളുടെ കോപ്പി പരിശോധിച്ചു. ഞങ്ങൾ അതിൽ പോലീസിൻ്റെ ഇന്നത്തെ തെളിവെടുപ്പിൽ ഞങ്ങൾ സംതൃപ്തരാണ്.